ഒരു കോടി ദിവാകരൊത്തുയരും പടി നീരൊടുപാരനലാദികളും കെടുമാറു കിളർന്നു വരുന്നൊരു നിൻ വടിവെന്നുമിരുന്നു വിളങ്ങിടണം. ഇതാണ് ചിഞ്ചട ചിന്തനത്തിലെ ഒന്നാം പദ്യം. കോടി ദിവാകരന്മാരുദിച്ചുയരുന്നതുപോലെ ആ സത്യം ഉള്ളിൽ തെളിയും. എപ്പോ തെളിയും? നാമരൂപങ്ങളെല്ലാം വസ്തുവായി ഭാവന ചെയ്ത് അനുഭവിക്കുന്ന ഏകാഗ്രത മനസ്സിന് വരണം. വരുമ്പോൾ തെളിയും. കോടി ദിവാകരന്മാരുദിച്ചുയരുന്നതുപോലെ തെളിയും എന്ന് പറയുന്നത് ആ തെളിയലിന്റെ വ്യക്തത കാണിക്കാനാണ്. വ്യക്തത അത്ര സ്പഷ്ടം എല്ലാവരും ഇത് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണനും പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനേനതു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയതി തത്കരുണം. ജ്ഞാനം കൊണ്ട് ഈ അജ്ഞാനത്തെ അകറ്റൂ. ജ്ഞാനേനതു തദജ്ഞാനം യേഷാം നാശിതം. ഇത് ഗീത. ജ്ഞാനം കൊണ്ട് ആരാണോ ഈ അജ്ഞാനത്തെ, അജ്ഞാനം എന്ന് വെച്ചാൽ നാമരൂപങ്ങൾ സത്യമാണെന്നുള്ള തെറ്റിദ്ധാരണ, അത് മാറണം. അല്ലാതെ ഇവിടെ തല കുത്തി നിന്നതുകൊണ്ടോ ശ്വാസം പിടിച്ചതുകൊണ്ടോ 100 യജ്ഞങ്ങൾ നടത്തിയതുകൊണ്ടോ ഒരു രക്ഷയുമില്ല. കോലാഹലം ഇവിടെ നടന്നുകൊണ്ടേയിരിക്കും. ഇത് ഋഷിദേശത്ത് പോയതുകൊണ്ടോ വീട്ടിലിരുന്നതുകൊണ്ടോ ഒന്നും ഒരു കുഴപ്പമില്ല. വീട്ടിൽ തന്നെ ഇരുന്നോളൂ. അല്ലെങ്കിൽ കൃഷ്ണനെ പോലെ 16,008 കല്യാണം കഴിച്ചോളൂ. ഓരോ കല്യാണത്തിലും 10 വീതം മക്കളെ ജനിപ്പിച്ചോളൂ. ഈ സത്യം ഉറപ്പുണ്ടോ? ഇവിടെ ഒന്നേ ഉള്ളൂ. ഇവിടെ കല്യാണവുമില്ല, മക്കളുമില്ല. അതൊക്കെ നാമരൂപ പ്രസാരണ. ഇതുറപ്പുണ്ടോ? കൃഷ്ണൻ ഇതൊക്കെ ചെയ്തു എന്നല്ലേ? നടന്നോ നടന്നില്ലയോ എന്ന് എനിക്കറിഞ്ഞൂടാ. വ്യാസൻ എഴുതി വച്ചിരിക്കുന്നു 16,008 കല്യാണം കഴിച്ചു. ഓരോ കല്യാണത്തിലും 10 മക്കൾ വീതം ഉണ്ടായി. എല്ലാവരും മദ്യം കുടിച്ച് തമ്മിൽ തല്ലിച്ച് ചത്തു. കാരണം ഇത് നടക്കും. ഇതാണ് ഇവിടെ നടക്കുന്നത്. കൃഷ്ണന്റെ 16,008 കല്യാണവും അതിൽ 10 മക്കൾ വീതം ജനിക്കലും തമ്മിലടിച്ചു മരിക്കലും ആദ്യകാലം മുതൽ നടക്കുന്നത് ഇവിടെയാണ്. ഈ ദേവാസുര യുദ്ധം ഇന്നും അത് തന്നെ നടക്കുന്നു. പക്ഷെ കൃഷ്ണനെ പോലെ മക്കളൊക്കെ മരിച്ചു വീണപ്പോൾ 10 അടി അകന്ന് നിന്നുകൊണ്ട് ആ സന്തോഷം, ഭൂമിക്ക് ഭാരം കുറയുന്നുണ്ട് എന്ന് സന്തോഷിച്ചു എന്നാണ്. എന്തുകൊണ്ട്? ഇവിടെ ഒരു കുഴപ്പമില്ല. നാമരൂപങ്ങൾ വരുന്നു മക്കളുടെ രൂപത്തിൽ, അല്ലെങ്കിൽ ഭാര്യമാരുടെ രൂപത്തിൽ, അച്ഛനമ്മമാരുടെ രൂപത്തിൽ, പല പല രൂപത്തിൽ, അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങളുടെ രൂപത്തിൽ വരുന്നു. വന്നോട്ടെ, ഒരു കുഴപ്പമില്ല. വസ്തുവിനൊരു കുഴപ്പമില്ല. അജോ നിത്യ ശാശ്വത. അജനാണ്, നിത്യനാണ്, ശാശ്വതനാണ്. ശരീരത്തിന്, നാമരൂപത്തിന് മാറ്റം വരുന്നത് കൊണ്ടൊന്നും അതിനൊരു മാറ്റവുമില്ല. ഒരു മാല അഴിച്ച് വളയാക്കി മാറ്റൂ, ഒരു കുഴപ്പമില്ല. നാമരൂപം മാല മാറി വള വന്നു. സ്വർണം അതുപോലുണ്ട്. ദുഃഖിച്ചിട്ടൊരു കാര്യവുമില്ല. കൃഷ്ണൻ ഇത് നല്ലവണ്ണം അറിയാം. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ ആര് കൃഷ്ണൻ 16,008 കല്യാണം കഴിച്ചോ സാർ? കഴിച്ചോ കഴിച്ചില്ലയോ? വ്യാസൻ പറയുന്നു കഴിച്ചു എന്ന്. കഴിച്ചോട്ടെ, അതിനെന്താ? കഴിച്ചെങ്കിൽ കഴിക്കട്ടെ, കഴിക്കാതിരുന്നെങ്കിൽ കഴിക്കാതിരിക്കട്ടെ. ഒരു കുഴപ്പമില്ല. നാമരൂപങ്ങൾക്കിവിടെ ഒരു കുഴപ്പമില്ല. ദുഃഖിക്കാതിരിക്കൂ നിങ്ങൾ. എന്താ? കൃഷ്ണൻ ദുഃഖിച്ചില്ല. ശാപം മുനിമാർ ശപിച്ചു. ഭാഗവതം വ്യാസൻ എന്ത് പറയുന്നു? അദ്ദേഹം സന്തോഷിച്ചു. എന്താണ്? സർവവും അറിയാവുന്ന ആൾ മുമുദേ ശാപം കിട്ടിയപ്പോ കൊള്ളാം കൊള്ളാം. എന്താ? പഴയ നാമരൂപങ്ങളൊക്കെ പോയി പുതിയ നാമരൂപങ്ങൾ വരട്ടെ. കുറെ പഴയ ആഭരണങ്ങൾ സ്വർണ്ണപ്പണിക്കാരൻ ഉരുക്കി കഴിച്ചു നല്ല നല്ല തേജസ്സോടുകൂടി പുതിയ ആഭരണങ്ങൾ ഉണ്ടാക്കി. എന്താ കുഴപ്പം? അതുകൊണ്ട് ഭഗവാൻ
ജ്ഞാത സർവാർത്ഥ അതാണ് ഭഗവാൻ ഇതൊക്കെ അറിയാം.